കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്നാണ് ശശി തരൂർ അടക്കം പറഞ്ഞത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, വളരെ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന തരത്തിൽ ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കനകോലുവിൻ്റെ ഒരു റിപ്പോർട്ട് AICCക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് AICC നിയോഗിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടുള്ള കനകോലു പറയുന്നത് കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സാധ്യത വളരെ കുറവാണ്, അതുകൊണ്ട് KPCCയുടെ അധ്യക്ഷനെ മാറ്റണം എന്ന ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ഈ പറയുന്ന പോലെ അടൂർ പ്രകാശിനെയോ ബെന്നി ബെഹനാനെയോ അധ്യക്ഷനാക്കണമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എന്താവും സംഭവിക്കാൻ പോവുക? എന്തിനായിരിക്കും ഈ അടൂർ പ്രകാശിനെ ഈ പ്രസിഡന്റ് ആക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? കാരണം ഈ കെ സുധാകരൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും അണികൾക്ക് ഒരു വീര്യം, ഒരു പോരാട്ട വീര്യമൊക്കെ നൽകാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് കെ സുധാകരൻ വന്നത്. പക്ഷെ പുതിയ ആളുകൾ വരുമ്പോൾ പിണറായി വിജയനോട് ഒത്തു നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു നേതാവ് തന്നെ വരണം എന്നുള്ളതിലപ്പുറത്തേക്ക് ഇവരെയൊക്കെ പരിഗണിക്കുന്നതിന്റെ ഒരു കാര്യം എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത്? ഇനിയും കോൺഗ്രസിന് എന്താ സംഭവിക്കാനാ പാർത്ഥൻ എന്താ ചോദിക്കുന്നത്? ഇതിൽ കൂടുതൽ എന്താ വരാനാന്ന് ചോദിക്കുന്നല്ല. കാരണം അതിനകത്ത് പാർത്ഥൻ ചോദിച്ചതിന് ആദ്യമേ തന്നെ സിമ്പിളായിട്ട് ഞാനൊരു ഉത്തരം പറയാം. എന്തിന് അടൂർ പ്രകാശിന്റെ പേര് പരിഗണിക്കുന്നു, പിന്നെ ബാബുവിന്റെ പേര് പരിഗണിക്കാനൊക്കെ? പാർത്ഥ, ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഇവരുടെ അപ്പം വീതിക്കുന്നതെന്ന് പറഞ്ഞാൽ നായർക്കൊരപ്പം, ഈഴവനൊരപ്പം, മുസ്ലിമിനൊരപ്പം ഒരപ്പം അല്ല, രണ്ടുമൂന്നപ്പം കൊടുത്താലും കുഴപ്പമില്ല, മുസ്ലിമിനൊരപ്പം അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഒരപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ KPC പ്രസിഡന്റിനെ നോക്കണം. നായരുടെ ചാൻസ് ഇപ്പൊ കിട്ടിയേക്കുന്നത് VD സതീശനാണ്. KPC പ്രസിഡന്റ് ഈഴവന്റെ റോള് കിട്ടിയേക്കുന്നത് നമ്മുടെ സുധാകരനാണ്. പിന്നെ മുസ്ലിം റോള് ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹം LDF കൺവീനറാണ്. അപ്പം ഇങ്ങനെ ഓരോ പിന്നെ യൂത്ത് കോൺഗ്രസിനകത്തും ഇപ്പം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നായർക്കാ, ഞങ്ങള് ഇപ്പൊ 2 നായന്മാർ വന്നിട്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു വിഭജനം വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈഴവ പ്രാതിനിധ്യം, അതാണ് കഴിഞ്ഞ ദിവസം ആന്റണി ഒരു പാര വെച്ചത്, സുധീരനെ കൊണ്ടുവരണം. അതിനകത്ത് ഈ ഒരു പാരയും കൂടെ ഉണ്ട്. ഈഴവർക്ക് ഈഴവരുടെ വോട്ട് ഏതാണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ പറയുന്നത് പോലെ UDF ആണെങ്കിൽ പോലും ഈ നമ്മൾ പറയത്തില്ല, ഈ കാശുള്ള ഈഴവനും കാശുള്ള ഈഴവനൊക്കെ വോട്ട് ചെയ്യുന്നത് ഇപ്പോഴും കോൺഗ്രസിനാണ്. അപ്പൊ ഈഴവന്റെ ഒരു പ്രാതിനിധ്യമാണ്. കാരണം ഈഴവർക്ക് പ്രാതിനിധ്യം വളരെ കുറവുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ MLA മാരും MP മാരും ഒക്കെ വളരെ കുറവുള്ള പാർട്ടിയാണ്. അല്ലെങ്കിൽ മത്സരിക്കുമ്പോൾ സീറ്റ് വിഭജിക്കുമ്പോൾ ഏറ്റവും കുറവ് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ 26% ഉള്ളവർ ഈഴവരാണ് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് പാർത്ഥൻ ചോദിച്ചതിന്റെ ഉത്തരം, കനകൂലു കൊടുത്തതിനകത്ത് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട്. അദ്ദേഹം പ്രശ്നമല്ലെന്നുള്ള അദ്ദേഹത്തിന് ഓർമ്മപ്പശകുണ്ട്, ഓർമ്മയ്ക്കിടെ ഒരു പ്രശ്നമുണ്ട് KPC പ്രസിഡന്റ്. അപ്പൊ ആരോഗ്യ പ്രശ്നമുണ്ട്. പുള്ളി ഇടയ്ക്ക് വെച്ച് മാറിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ അടുത്ത് മാറാൻ പറയുന്നു, അല്ലെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത വരുമ്പോൾ, എന്നാൽ ഓർമ്മ വരുമ്പോ എനിക്കെന്താ KPC പ്രസിഡന്റ് ആയിട്ട് ഇരുന്നാലെന്നുള്ള ഒരു വിചാരം പുള്ളിക്ക് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ വളരെ ഇപ്പം KPC പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയുള്ള തീരുമാനം വരുന്നത്. കാരണം KPCC പ്രസിഡന്റ് സുധാകരൻ മാറിയാൽ അടുത്ത ഫസ്റ്റ് ഓപ്ഷൻ അടൂർ പ്രകാശ് തന്നെ ആയിരിക്കും. അതിനകത്ത് ഇനി അടൂർ പ്രകാശിന്റെ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിപ്പക്കുറവോ ഒന്നും വിഷയമല്ല. വേറെ ആരുമില്ല. പിണറായി വിജയനോട് വലിപ്പമുള്ളവരെയൊക്കെ തിരങ്ങിപ്പോയാൽ ഇപ്പൊ ഇന്ത്യയിൽ ഉടനീളം തിരക്കാനും കാണത്തില്ല. നമ്മൾ എത്ര പുച്ഛിച്ച് പറഞ്ഞാലും പിണറായി വിജയനോട് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോ ധാർഷ്ട്യങ്ങളോ അദ്ദേഹത്തിന്റെ രീതികളോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളോ ഒക്കെ നമുക്ക് പറയുന്നത് പോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ കൂട്ട് ഉള്ള ഒരു ലീഡറും അദ്ദേഹം പാരമ്പര്യമുള്ളതും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ. നിങ്ങൾക്കറിയാം, ഇപ്പോഴും വേറെ പുറത്തുള്ളവരുടെ കാര്യമൊന്നുമില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അയാള് ഒരു കാര്യത്തിന് എന്തിനാ നോക്കുന്നതെന്ന് പോലും പാർട്ടിയുടെ ഈ പറയുന്ന മെമ്പർഷിപ്പ് ഇരിക്കുന്നവന് പോലും മനസ്സിലാവും. അത്രയ്ക്ക് പവർഫുൾ ആണ് അദ്ദേഹം. പാർട്ടിയെ നയിക്കാൻ പറ്റിയ നേതാവാണ് ആ രീതിയിൽ. അപ്പൊ അതുപോലുള്ള നേതാവിനെ ഒന്നും പ്രതീക്ഷിക്കല്ലേ കോൺഗ്രസിനകത്ത്. ആര് പറഞ്ഞാലും കേൾക്കാത്ത എല്ലാവരും നേതാവായിട്ടിരിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ ഈ വെള്ളിയാഴ്ച അവരെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തരൂർ എന്ന് പറയുന്ന മഹാൻ ഇവിടെ ഞാനാണ് നേതാവ്, ഞാൻ കഴിഞ്ഞോളം നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇന്നലെ വൈകിട്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ പാർത്ഥൻ കണ്ടോന്ന് എനിക്കറിയത്തില്ല, യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഏതാണ്ട് വിശ്വപൗരന് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരുടെ മുദ്രാവാക്യമൊക്കെ വിളിച്ചു കൊണ്ടുവന്നു പറഞ്ഞ് ഞാന്
ലേഖനം എഴുതിയത് നമ്മുടെ പപ്പുമോന്റെ അടുത്ത് സംസാരിക്കുന്നതിന് 10 ദിവസം മുമ്പാണ്. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആയി, ഓക്കെ ആയി, കോൺഗ്രസ് അല്ലാതെ വേറെ ഒരു ആരുമില്ല. ഇന്ന് രാവിലെ പുള്ളി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഞാന് ഈ പറയുന്നത് പോലെ പറഞ്ഞതല്ല ശരിയാണ്, എനിക്ക് പറയാൻ പറ്റും, എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു പാർട്ടിക്കകത്താന്ന് പറഞ്ഞത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, ഞാൻ ഈ പാർട്ടി വിട്ടാലും വേറെ പാർട്ടിയിൽ പോകത്തില്ല. അപ്പൊ അതായത് പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് വീണ്ടും നീങ്ങുന്നത്. പിന്നെ ഇതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. കോൺഗ്രസിനകത്ത് പൊളിറ്റിക്സിനകത്ത് ഈ പറയുന്ന വെള്ളിയാഴ്ചത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ ഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം, പരസ്പരമുള്ള മത്സരബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് തീർക്കണം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണ്. അപ്പം അതിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭാരവാഹികളെ തീരുമാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചർച്ചകൾ നടത്തണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരെ എത്ര ചർച്ച നടത്തിയാലും ഇത് പലവട്ടം വിളിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പൊ ആ ചർച്ചയ്ക്ക് ശേഷം ഈ ഭാരവാഹികളെ തീരുമാനിക്കാനോ അല്ലെങ്കിൽ പരസ്പരം ധാരണയോടുകൂടി പോകുവാനോ ഒന്നും സാധ്യമുള്ള പാർട്ടിയാണ് കേഡർ പാർട്ടി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പാർട്ടി അതിനകത്ത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി വിളിച്ച് ഈ ന്യായം പറഞ്ഞാലേ ഈ KPC പ്രസിഡന്റ് VD സതീശൻ അല്ല, മുഖ്യമന്ത്രി VD സതീശൻ ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ത്യാഗം സഹിച്ചിട്ട് ആവാതിരുന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാവും. രമേശ് ചെന്നിത്തല ആയെങ്കിലേ മുഖ്യമന്ത്രി ആയെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആയെന്ന് പറയാനൊക്കത്തുള്ളൂ. ത്യാഗം സഹിച്ചിട്ട് മാറി ഇന്ന് രമേശ് ചെന്നിത്തല ആവത്തില്ല. അപ്പൊ എനിക്ക് ആവണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം എന്ന് മാനസികാവസ്ഥയിലുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഈ കോൺഗ്രസ്. അപ്പൊ അതിനകത്ത് എത്ര കോംപ്രമൈസ് ചെയ്താലും തീരത്തില്ല. കാരണം കോംപ്രമൈസ് ചെയ്താൽ തീരണമെങ്കിൽ അതിനകത്ത് ഒരു മാതൃക ഉണ്ടാവും. ഇവിടെ ഈ പറയുന്ന പപ്പുമോനെ മാതൃകയാക്കുകയും പിങ്കി മോളെ മാതൃകയാക്കുകയും നാളെ കാലത്ത് പിങ്കി മോനെ പേര് മാറ്റിയിട്ട് വീണ്ടും അവിടെ മത്സരിപ്പിക്കാൻ നിൽക്കുന്ന ഒക്കെ ആൾക്കാർ വിളിച്ച് മാതൃകയാക്കണം, അല്ലെങ്കിൽ കേഡർ സംവിധാനത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അത് ശരിയാവാനൊന്നും പോകുന്നില്ല. ഇവിടുത്തെ കാര്യം ഇവിടെ ഈ പറയുന്നത് പോലെ ഈ ശശി തരൂരിന് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങളാരും മനസ്സിലാക്കാത്തതുണ്ട്. നമ്മളൊക്കെ വാർത്ത ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ പറയുമ്പോൾ ശശി തരൂരിനെ ശരിക്കും പറഞ്ഞാൽ BJPക്ക് വേണ്ട. നിങ്ങൾ എഴുതി വെച്ചോ, BJPക്ക് വേണ്ട. ശശി തരൂരിനെ എടുക്കുന്നതുകൊണ്ട് BJPക്ക് അകത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ BJPക്ക് മോശം പേരുണ്ടാകത്തേ ഉള്ളൂ. കാരണം ഇയാളുടെ ചില ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില ഇടപാടുകൾ, ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ബന്ധമല്ല ഉദ്ദേശിക്കുന്നത്, ഇയാൾക്ക് ചില വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുകളും അല്ലെങ്കിൽ ചില കാര്യങ്ങളും ഒക്കെ ഫുള്ള് തെളിവ് കിട്ടിയില്ലെങ്കിലും സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് നേരായ ബന്ധമാണോ, അതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ കുഴപ്പമുള്ള ബന്ധമുണ്ട്. കാരണം ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ ഐക്യരാഷ്ട്രസഭ ഇരുന്നുകൊണ്ട് എല്ലാ രാജ്യത്തിന്റെ നേതാക്കന്മാരോടും വളരെ കൂടുതൽ ആൾക്കാരോട് ബന്ധമുണ്ട്. ആ രീതിയിലുള്ള ബന്ധമാണ്, അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട്. മാത്രവുമല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരിനെ കൊണ്ടുവന്നിട്ട് ഒരു MPയെ സൃഷ്ടിക്കേണ്ട അവസ്ഥയിലല്ല തിരുവനന്തപുരത്തെ BJP. അവിടുത്തെ BJP വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നാളെ BJPക്ക് MP ഉണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് കേന്ദ്രത്തിന് അറിയാം. കാരണം ശശി തരൂര് ഈ പണി നിർത്തി പോയാൽ അടുത്ത MP തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ BJPക്കാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഇയാളെ എടുത്തു വെച്ചിട്ട് BJPക്ക് ഒരു ഹൈപ്പൂർ ഉണ്ടാക്കാനുമില്ല. ഇയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നാളെ മത്സരിപ്പിച്ചാൽ എന്തുവായാലും 2026 അറിയത്തില്ല. ഇപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം അനുസരിച്ച് അങ്ങ് എളുപ്പത്തിൽ ഭൂരിപക്ഷം കിട്ടത്തില്ലല്ലോ മുഖ്യമന്ത്രി ആവാൻ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു പൊളിറ്റിക്സ് തരൂരിന് മനസ്സിലായത് കൊണ്ടാണ് തരൂര് ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്തു നിന്ന് ഞാൻ പോകത്തില്ലെന്ന് പറയും. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പോയാൽ ഈ തരൂരല്ല ഏത് തമ്പുരാൻ എന്ന് പറഞ്ഞാലും ആ പാർട്ടി പറയുന്ന പോലെ കേൾക്കാനൊക്കെ തോന്നുന്നു. നാളെ കാലത്തെ ഇയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒട്ടി കാണിക്കുന്നു അറിയാലോ, അതിന് ആ പാർട്ടിയുടെ ഒരു ശൈലിയുണ്ട്. അപ്പൊ അതിനകത്ത് പോയാൽ ഇയാൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല. ഇതിനകത്തൊന്നും BJPക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇയാൾക്ക് ഈ പറയുകയും ചെയ്യുന്നുണ്ട്, ഇവരും വിട്ടാൽ യാതൊരു രീതിയിലേക്കും ഈ പറയുന്ന ഇസ്പേഡ് 7-ാം കൂലി എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അതേ രീതിയിലേക്ക് ആയി പോകുന്ന തരൂരിന് അറിയാം. തരൂർ എന്ന് പറയുന്ന മിച്ച പൗരനെ BJP ഇതിനകത്തൊന്ന് പുറത്താക്കുമ്പോൾ BJP താങ്ങാനില്ല, മാർക്സിസ്റ്റ് പാർട്ടി താങ്ങും. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന പോലെ കേട്ടതാ ആ രീതിയിലേക്ക് പോകുമെന്ന് ഇദ്ദേഹത്തിന് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നില്ല എന്നും പറയുന്നതിനോടൊപ്പം തന്നെ ഈ പാർട്ടി നന്നാവത്തില്ല എന്ന് പറയുന്നു. കാരണം എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരണ്ട. എന്നാൽ കോൺഗ്രസിനെ വിട്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ ശശി തരൂർ ഈ പുലിയുടെ വാലെ പിടിച്ചേക്കുക. വിട്ടാ പുലി കടിക്കും, വിടാതിരിക്കാനൊക്കെ വീട്ടിൽ പോകണ്ടേ എന്ന് പറയുന്നതൊക്കെയുള്ള ഒരു കാര്യം. അപ്പൊ KPCC പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ പാർത്തൻ തീരുമാനിക്കുകയാണെങ്കിൽ പാർത്ത അതിനകത്ത് ആശങ്കപ്പെടുന്ന പോലെയല്ല. KPCC പ്രസിഡന്റ് ഇദ്ദേഹത്തെ മാറ്റി തീരുമാനിക്കാൻ അദ്ദേഹം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹം വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ പേര് തന്നെ ഈ അടൂർ പ്രകാശിന്റേതാവാനാണ് സാധ്യത. പിന്നെ ബെന്നി ബെഹന്നാന്റെ ഒക്കെ പേര് വേണമെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും ഏൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ബെന്നി ബെഹനാനൊക്കെ വരത്തുള്ളൂ. കാരണം ഈ ജാതി രീതിയിൽ വെള്ളാപ്പള്ളിയൊക്കെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ നാളെ കാലത്തോട്ട് വീണ്ടും ഇതിനെതിരെ ഇപ്പൊ ഇറങ്ങിയേക്കുന്ന പോലെ തീർത്ഥങ്കർ
അപ്പൊ ആ രീതിയിലേക്കുള്ളതാണ് കാര്യങ്ങൾ. നന്നാവാൻ വേണ്ടിയല്ല, എങ്ങനെയും ഭരണം പിടിക്കാൻ വേണ്ടി കേന്ദ്രം നോക്കുകയാണ്. ഇനി വേറെ എങ്ങുമില്ലല്ലോ ഇവിടെ ഒരാശ, അത് നിരാശയാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാണ്. ഒരു കാരണവശാലും നന്നാവത്തില്ല, ആ ഒരു പ്രതീക്ഷയും വേണം. ശരി സാർ, എന്തായാലും ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയൊക്കെ വാളം കുലുക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കോൺഗ്രസ് വല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ഈഴവരെ അവഗണിക്കുന്നു എന്നൊക്കെയാണ് വെള്ളാപ്പള്ളിയുടെ ഒരു വ്യക്തമായ ചില സൂചനകൾ അദ്ദേഹം വാക്കിലൂടെ നൽകിയത്. CPM മാത്രമാണ് ഈ പറയുന്ന പോലെ ഈഴവരെ ചേർത്ത് പിടിക്കുന്നത്, കോൺഗ്രസിന് ആ ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു KPCCയുടെ അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് മുഖവിലക്ക് എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അങ്ങയുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. എന്ത് തന്നെയായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.